അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 34. ക്ഷേത്രത്തിന് മുന്നിലെത്തിയതും അഗ്നി കാറ് നിർത്തി സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് ജ്വാലയെ നോക്കി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങുന്നില്ലേ? അവൾ മൂളി. എന്നാ ഇറങ്ങ്. അവൻ പറഞ്ഞതും അവൾ സീറ്റ് ബെൽറ്റ് അഴിച്ച് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അഗ്നി കാർ ലോക്ക് ചെയ്ത് അവളുടെ അടുത്തായി വന്നു നിന്നു. അവൾ കണ്ണുകൾ വിടർത്തി ക്ഷേത്രത്തിന് ചുറ്റും നോക്കി. എന്തു പറ്റിയിടാ? അവളുടെ നോട്ടം കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. ഇത് ശിവന്റെ അമ്പലാണല്ലേ? ഇവിടെ കണ്ണന്റെ അമ്പലമൊന്നുമില്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. കണ്ണനോ? അവനിൽ കുറുമ്പാണ്. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. നിങ്ങളെ വിളിച്ചതല്ല, ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ കാര്യം പറഞ്ഞേ. ഇവിടെ കൃഷ്ണന്റെ അമ്പലമൊന്നുമില്ലേ? അവൾ അവനോട് കനത്ത സ്വരത്തിൽ ചോദിച്ചു. ഉണ്ടല്ലോ, പക്ഷേ കുറച്ചുകൂടി ദൂരം പോണം. അതെന്താ, നിനക്ക് നിന്റെ കണ്ണനെ മാത്രമേ പറ്റൂ? ബാക്കി ഈശ്വരന്മാരെയൊന്നും കണ്ണെ പിടിക്കില്ലേ? അവൻ കുസൃതിയോടെ ചോദിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാ, എനിക്ക് എല്ലാ ഈശ്വരന്മാരും ഇഷ്ടാ. അവളുടെ മുഖം വീർത്തു. ഓ, ഇനിയിപ്പോ ഈ ഒരു ചെറിയ കാര്യത്തിന് മുഖം വീർപ്പിക്കേണ്ട എന്റെ പൂച്ചക്കുട്ടി, നടക്കങ്ങോട്ട്. അവൻ ചിരിയോട് അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവള് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും അവന്റെ കൈ തട്ടിമാറ്റി. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് തനിയെ നടക്കാൻ അറിയാം. അവൾ അവനെ നോക്കി ചുണ്ടുകൊട്ടി. അഗ്നി അവളെ കണ്ണുരുട്ടി. ജ്വാല പുച്ഛിച്ചുകൊണ്ട് രണ്ട് കൈകൊണ്ടും സാരി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അവളുടെ മുട്ടിന് താഴേക്ക് കാണുന്ന രീതിയിൽ സാരി പൊക്കി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ കാല് നല്ല വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അഗ്നിയുടെ കണ്ണു മിഴിഞ്ഞു. അവനൊരു വെപ്രാളത്തോടെ ആരെങ്കിലും കണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും ജ്വാല മുന്നിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ഡി, അവിടെ നിന്നേ. അഗ്നി അല്പം ഗൗരവത്തിൽ അവളെ വിളിച്ചു. അവൾ എന്തായെന്ന പോലെ അവനെ തിരിഞ്ഞു നോക്കി. അവൻ അവൾക്കടുത്തേക്ക് വന്ന് പെട്ടെന്ന് അവളുടെ സാരി പിടിച്ച് താഴ്ത്തി ഇട്ടുകൊടുത്തു. ആരവേട്ടന്റെ ഏട്ടൻ എന്തീ കാട്ടണേ? ഞാൻ വീഴൂട്ടോ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. ആരവേട്ടന്റെ ഏട്ടനല്ല, ആരവേട്ടന്റെ അച്ഛൻ. ദേ പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. സാരി എങ്ങാനും ഇനി മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കിയാലുണ്ടല്ലോ, പിന്നെ നിനക്ക് ഈ സാരി ഉണ്ടാവില്ല. എല്ലാം കൂടെ ഞാൻ വലിച്ചു പറിച്ച് കളയും, പറഞ്ഞേക്കാം. അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അത് കണ്ടതും അവൻ ആകെ വല്ലാതായി. അയ്യോ കുഞ്ഞ, കരയില്ലേ? ഞാൻ നല്ല കാര്യമല്ലടാ പറഞ്ഞു തന്നെ, പിന്നെന്തിനാ കരയുന്നേ? അവൻ അവളോട് ചേർന്ന് നിന്ന് വാത്സല്യത്തോടെ ചോദിച്ചു. ഞാൻ വീഴും, അതുകൊണ്ടാ. എനിക്ക് സാരി ഒന്നും എടുത്ത് നടക്കാൻ അറിഞ്ഞൂടാ. നമ്മുടെ കല്യാണത്തിന് സാരി എടുത്തപ്പോ ഞാൻ വീഴാൻ പോയിട്ടുള്ളതാ, അതുകൊണ്ടാ. അവൾ ചുണ്ടുപിളർത്തി കൊച്ചു കുട്ടികളെ പോലെ പറഞ്ഞു. അഗ്നിക്ക് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. അവളുടെ നിഷ്കളങ്കമായ മുഖവും നിറഞ്ഞിരിക്കുന്ന പൂച്ചക്കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവളെ ചുറ്റിപ്പിടിച്ചു. ജ്വാല അവനെ സങ്കടത്തോടെ നോക്കി. സാരല്ല കേട്ടോ എൻ്റെ കുഞ്ഞൻ, കരയണ്ട. ഈ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് പിടിച്ചു പൊക്കിയ ആളോട് കളിയാക്കും കുഞ്ഞ. അതുകൊണ്ടല്ല അഗ്നിയേട്ടൻ പറഞ്ഞു തന്നെ. അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. അപ്പോ ഇങ്ങനെ പിടിച്ചില്ലാച്ചാ ഞാൻ വീഴില്ലേ? അവള് വീണ്ടും അതുതന്നെ പറഞ്ഞു. അവൻ പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു നിന്നു. ജ്വാല അവനെ തന്നെ നോക്കി. വീഴുന്ന വെച്ച് സാരി ഇങ്ങനൊന്നും പിടിച്ചു പൊക്കരുത് കേട്ടോ. ദേ, സാരിയുടെ ഇവിടെ നിന്ന് വേണം പിടിക്കാൻ. എന്നിട്ടിങ്ങനെ പതുക്കെ പൊക്കണം. മോള് ധാവണിയൊക്കെ ചുറ്റുമ്പോ ഇങ്ങനെ പിടിക്കാറില്ലേ? അവൻ പ്ലീറ്റ്സ് കുത്തിയ ഭാഗത്തു നിന്നും പിടിച്ച് ചെറുതായി പൊക്കി അവളുടെ കൈകൊണ്ട് പിടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ധാവണി എടുക്കുമ്പോ ഇങ്ങനെ തന്നെ പിടിക്കുക. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, നല്ല കട്ടിയുണ്ട്. അവള് പറഞ്ഞതും അവന് ചിരി വന്നു. സാരല്ലടാ, ഇപ്പന്റെ കുഞ്ഞ് ഇവിടെ പിടിച്ച് പതിയെ ഉയർത്തി നടക്ക്. ഇന്നുടുത്തതുടുത്തു, ഇനി നമുക്ക് സാരി വേണ്ട കേട്ടോ. അവൻ പറഞ്ഞതും അവൾ തല ഉലുക്കി. എന്നെ കൈ പിടിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോ വീണാലോ. അവൻ അവന്റെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കാതെ അവൻ നീട്ടിയ കൈയിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു. അഗ്നി സന്തോഷത്തോടെ അവളുടെ കൈ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. അഗ്നി അവന്റെ ഷർട്ട് അഴിച്ച് അതൊരു സൈഡിൽ മാത്രമായി ടാറ്റു മറയ്ക്കുന്ന രീതിയിൽ ഇട്ടുകൊണ്ട് അവിടെ റെസിപ്റ്റ് എഴുതുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയി. അപ്പോഴും അവൻ ഒരു കൈയിൽ ജ്വാലയെ മുറുകെ പിടിച്ചിരുന്നു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ അവനെ തന്നെ നോക്കി. ജ്വാല, അഗ്നിദേവ്, അത്ത നക്ഷത്രം, പുഷ്പാഞ്ജലി, അവൻ അവരോട് പറഞ്ഞു. ജ്വാലയുടെ മുഖം വിടർന്നു. അഗ്നി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. റെസിപ്റ്റ് വാങ്ങി അവൻ നടക്കൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. ജ്വാലയും ശ്രീകോവിലിനകത്തേക്ക് നോക്കി ശിവലിംഗത്തിന് മുന്നിൽ കൈകൂപ്പി. പക്ഷെ എന്താ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയുന്നില്ല. കണ്ണുകൾ അഗ്നിയിലേക്ക് നീണ്ടു. കാര്യായ എന്തോ പ്രാർത്ഥനയിലാള്. അവൾ മുന്നിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചു. എന്റെ മഹാദേവ, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ ഞാൻ കാരണം ആരവേട്ടന്റെ ഏട്ടന്റെ വീട്ടിലുള്ളവർക്ക് ഒരു സങ്കടം ഉണ്ടാവരുത്. എന്താ സത്യം, എന്താ കള്ളെന്ന് മനസ്സിലാവണില്ലല്ലോ. അദ്ദേഹം അന്ന് കണ്ട ആളെ അല്ല. ഈ 2 ദിവസം എന്നോട് സംസാരിക്കുന്ന ആളുടെ മുഖത്ത് മുഴുവൻ ഒരു സന്തോഷം കാണുന്നത് പോലെ. എന്നെ കുഞ്ഞാന്നാ വിളിക്കുന്നേ. അതെന്താ അങ്ങനെ അറിയില്ല. പക്ഷെ എന്നെ ഒത്തിരി ഇഷ്ടാന്ന് പറയണു. എനിക്കറിയില്ലല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇഷ്ടാണിച്ച എന്നെ ഇങ്ങനെ വേദനിപ്പിച്ച് വിവാഹം കഴിക്കില്ലായിരുന്നല്ലോ.
ഒന്നിനും എന്റെ പക്കൽ ഉത്തരമില്ല. പക്ഷെ ഞാൻ കാരണം ആരും വിഷമിക്കരുത്. ആരും ഇത്രത്തോളം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോവാ അമ്മയുടെ അച്ഛയുടെയും ആരവേട്ടന്റെ ഒക്കെ സ്നേഹം കാണുമ്പോ. പിന്നെ ആരവേട്ടന്റെ ഏട്ടൻ കുറച്ച് വികൃതിയാണ് കേട്ടോ. അതിന്റെ വികൃതി മാറ്റിത്തരണേ. എപ്പോഴും എന്റെ പിറകെ നടക്കുക. അവൾ കണ്ണടച്ച് പതിയെ പ്രാർത്ഥിച്ചു. കണ്ണുകൾ തുറന്നവൾ മുന്നിലേക്ക് ഒന്നുകൂടി നോക്കി. പതിയെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണിമയ്ക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ എന്തായെന്ന പോലെ അവനെ നോക്കി പുരികമുയർത്തി. അഗ്നി ഒന്നുമില്ല എന്ന പോലെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. അപ്പോഴേക്കും പൂജാരി ഇറങ്ങി വന്ന് പുഷ്പാഞ്ജലി കഴിപ്പിച്ച പ്രസാദം ജ്വാലയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ജ്വാല അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങിച്ചു. അദ്ദേഹം അഗ്നിയും ജ്വാലയും അല്പനേരം നോക്കി നിന്നു. സങ്കടങ്ങളൊക്കെ മാറിയില്ലേ? ആഗ്രഹിച്ചത് നേടിയെടുത്തിരിക്കുന്നു അല്ലേ? അദ്ദേഹം പുഞ്ചിരിയോടെ അഗ്നിയോട് ചോദിച്ചു. ജ്വാല അയാൾ പറഞ്ഞത് മനസ്സിലാവാതെ അഗ്നിയും പൂജാരിയെയും മാറി മാറി നോക്കി. അഗ്നി മറുപടി എന്നോണം അയാളെ നോക്കി നിറപുഞ്ചിരി നൽകി. നന്നായി. ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നടക്കേണ്ടതായിരുന്നു. രക്ഷകനായി അവതരിച്ചവനല്ലേ, അതുകൊണ്ട് എന്നും കൂടെ തന്നെ കാണട്ടോ. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് അഗ്നിയായി തന്നെ ഈ കുട്ടിയുടെ കൂടെ കാണണം. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാ മനസ്സിൽ. അതെല്ലാം മാറി എത്രയും പെട്ടെന്ന് രണ്ടാൾക്കും ഒരു ജീവിതം തുടങ്ങാൻ സാധിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഗ്നിയും ജ്വാലയും നോക്കി പ്രാർത്ഥിച്ചു. ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. തങ്ങളെ രണ്ടുപേരെയും കുറിച്ചാണ് അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലല്ലോ എനിക്ക്. സങ്കടങ്ങളൊക്കെ മാറിയില്ലേ? ആഗ്രഹിച്ചത് നേടിയെടുത്തിരിക്കുന്നു അല്ലേ? അദ്ദേഹം കുറച്ചു മുന്നേ പറഞ്ഞത് അവള് വീണ്ടും ആലോചിച്ചു. അതെന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞ്? എന്താ അരവേട്ടൻ്റെ ഏട്ടൻ നേടിയെടുത്തേ? അവള് ചിന്തയോടെ പൂജാരിയെ നോക്കി. അദ്ദേഹം അവളെ നോക്കി പുഞ്ചിരിച്ചു. സുമംഗലിയാണ്, പക്ഷേ സീമന്തരേഖ ഒഴിഞ്ഞു കിടപ്പാണല്ലോ. അദ്ദേഹം ചോദിച്ചതും ജ്വാലയുടെ കൈകൾ അറിയാതെ അവളുടെ സീമന്തരേഖയിലേക്ക് പോയി. കുറച്ചധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചതല്ലേ, ഇനിയെങ്കിലും സന്തോഷത്തോടെ കഴിയട്ടെ എന്നാ ദൈവനിശ്ചയം. അതുകൊണ്ട് സന്തോഷങ്ങൾ തല്ലിക്കെടുത്താൻ വരുന്നവരെ വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും തുണയായി താലി ചാർത്തിയവൻ കൂടെ ഉണ്ടാവും. അവന്റെ ജീവൻ നിന്റെ കയ്യിലാ. എല്ലാം ശരിയാവും. നന്നായി വരട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ജ്വാല അയാൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അഗ്നി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ജ്വാല ശ്രീകോവിലിനകത്തേക്ക് നോക്കി കൈകൂപ്പി. എന്റെ മഹാദേവ, ഇപ്പൊ പൂജാരി പറഞ്ഞതിനർത്ഥം ആരവേട്ടന്റെ ഏട്ടൻ എന്നും എന്റെ കൂടെ ഉണ്ടാവുന്നല്ലേ? ആളുടെ ജീവൻ എന്റെ കയ്യിലാന്ന്. എനിക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഒരു കൈ അറിയാതെ സാരിക്കുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന താലിമാലയിൽ മുറുകി. ഇന്നെ അരവേട്ടന്റെ ഏട്ടൻ എന്തിനു വേണ്ടിയാ വിവാഹം കഴിച്ചതെന്ന് എനിക്ക് അറിയില്ല. അതിന്റെ കാരണം എന്തെന്നായിരുന്നാലും ആൾക്കൊരു ആപത്തും വരുത്തരുത്. നോക്കിക്കോണേ. അവളുടെ ഉള്ളം വേദനയോടെ പറഞ്ഞു. എന്റെയാ, ഒന്നും വരുത്തല്ലേന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. അവള് കണ്ണുകൾ തുടച്ച് ഒന്നുകൂടി ശ്രീകോവിലിനകത്തേക്ക് നോക്കി അഗ്നിക്ക് അടുത്തേക്ക് നടന്നു. ജ്വാല കാറിനടുത്തേക്ക് എത്തുമ്പോഴേക്കും അഗ്നി ഷർട്ടെല്ലാം ധരിച്ചിരുന്നു. അവൾ അടുത്തേക്ക് എത്തിയതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ കയ്യിലെ പ്രസാദം അവന് നേരെ നീട്ടി. തൊട്ടു തരുമോ കുഞ്ഞെനിക്ക്? അവൻ അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. അവൾക്ക് ഇല്ലാന്ന് പറയാൻ തോന്നിയില്ല. അവൾ ഇലച്ചീന്തിൽ നിന്നും ചന്ദനവും കുങ്കുമവും കൂട്ടിയെടുത്ത് അവന് നേരെ കാണിച്ചു. അവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവൾക്ക് മുന്നിൽ അല്പം കുനിഞ്ഞു നിന്നു. ജ്വാല അവന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. അവൻ നേരെ നിന്നു. നിനക്ക് ഞാൻ തൊട്ടു തന്നോട്ടെ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. അവൻ സന്തോഷത്തോടെ അവളുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുത്തു. വാ, ഇനി പോവാ. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി കാറിനടുത്തേക്ക് നടക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് ജ്വാല അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അഗ്നി സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്തൊരു പതർച്ച. എന്തു പറ്റി കുഞ്ഞാ? അവൾ അവന്റെ കയ്യിൽ നിന്നും പിടിവിട്ടതും അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. ജ്വാല അവന്റെ പൂച്ച കണ്ണുകളിലേക്ക് മാത്രം ദൃഷ്ടി ഊന്നി നിന്നു. അവൻ അവളുടെ കവിളിൽ വാത്സല്യത്തോടെ തലോടി. എന്തു പറ്റി കുഞ്ഞാ? ആ പൂജാരി പറയുന്നത് കേട്ടിട്ടാണോ? അവര് ചുമ്മാ ഓരോന്ന് പറയുന്നതാ. എന്റെ മോൾ അതൊന്നും കാര്യാക്കണ്ട. കേറ് കാറില്. അവൻ അവളുടെ കവിളിൽ തട്ടി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. എനിക്ക് സിന്ദൂരം ചാർത്തി തരുമോ? അവൾ അവനോട് നേർത്ത സ്വരത്തിൽ ചോദിച്ചു. അഗ്നി ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ മുന്നിൽ വന്നു നിന്ന് അവളെ അത്ഭുതത്തോടെ നോക്കി. എന്താടാ പറഞ്ഞേ? അവൻ കേട്ടത് ശരി തന്നെയല്ലേ എന്നറിയാൻ വീണ്ടും ചോദിച്ചു. എനിക്ക് സിന്ദൂരം ചാർത്തി തരുമോന്ന്? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. അവൻ കലങ്ങിയ കണ്ണുകളോടെ തല ഉലുക്കി. ജ്വാല അവളുടെ കയ്യിലെ ഇലച്ചീന്ത് അവന് നേരെ നീട്ടി. അഗ്നി പുഞ്ചിരിയോടെ അതിൽ നിന്നും അല്പം സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ നീട്ടി വരഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അവൻ അവളുടെ സീമന്തരേഖയിലേക്ക് നോക്കി. ഒഴിഞ്ഞുകിടന്ന അവിടം അവന്റെ വിരലുകളാൽ വീണ്ടും ചുവന്നത് കണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു.
അവന്റെ ചുണ്ടുകൾ അവളുടെ സീമന്തരേഖയിൽ അമർന്നു. ജ്വാല വിറയലോടെ കണ്ണു തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. സന്തോഷം കൊണ്ടാടാ, അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് അവളെ കാറിനകത്തേക്ക് കയറ്റി ഡോറടച്ചു. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് ജ്വാലയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാറ് സ്റ്റാർട്ടാക്കി. ജ്വാല അവനിൽ നിന്ന് നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു നിറപുഞ്ചിരി വിരിഞ്ഞു. ഉള്ളിൽ ഒരു തണുപ്പ് പടർന്നു. തുടരും.